ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് കോട്ടയത്തോട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിക്കിൾസ്, ചായപ്പൊടി, അങ്ങനെ കുറേ ഓർഡറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനകത്ത് ഒരു അച്ചാർ കൂടുതലായിട്ട് വേണമായിരുന്നു. അത് നമ്മുടെ ചതുരപ്പുളിയുടെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചതുരപ്പുളിയൊക്കെ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് നമ്മൾ അച്ചാറാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഗം ഫാഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് അച്ചാറിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത സോയാബീൻ്റെ അച്ചാർ, അതുപോലെ ചെമ്മീൻ അച്ചാർ, ഉണക്ക ചെമ്മീൻ്റെ അച്ചാർ, ഉണക്കസ്രാവ് അച്ചാർ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചതുരപ്പുളി അല്ലെങ്കിൽ സ്റ്റാർ പുളി എന്നൊക്കെ പറയുന്ന അച്ചാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ, ഒരു 20 പീസ്. അവർക്ക് മൊത്തം എല്ലാ അച്ചാറും 20 പീസാണ് വേണ്ടത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. 250 ഗ്രാമിൻ്റെ 20 ബോക്സിലേക്ക് കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ അച്ചാർ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന അച്ചാർ പൊടിയാണ്. നല്ല മണവും നല്ല ഗുണമുള്ളതാണ്. നമ്മൾ കായപ്പൊടിയൊക്കെ നമ്മൾ തന്നെ പൊടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള മസാലയായിരിക്കും കേട്ടോ. പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. സാധാ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ രാവിലത്തേക്ക് നല്ല തിക്കായിട്ടുണ്ട്. ഫോണിൽ വലിയ ക്ലിയർ ഇല്ല, നല്ല അടുക്കളയിലായതുകൊണ്ട് വലിയ വെളിച്ചമല്ല. പിന്നെ ഞാൻ നീലക്കാച്ചിൽ പുഴുങ്ങി, പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് വേറെ ഫുഡൊന്നും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആവിയിൽ വെച്ച ഭക്ഷണമാണ് പിന്നെയും കുറച്ചുകൂടി കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നീലക്കാച്ചിൽ, ഇത് മമ്മി തന്നു വിട്ടതായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് എടുത്ത് കുറച്ച് പുഴുങ്ങി, അങ്ങനെ നീലക്കാച്ചിലും കുറച്ച് മീൻകറിയും ചേർത്ത് ഞാനത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാക്കിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ഇതാണ് അച്ചാർ. ഇത്രയും കളർ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അടുക്കളയിൽ തീരെ കളർ തോന്നിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. 250 ഗ്രാമിൻ്റെ ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോഴും നിങ്ങൾ തനിച്ചാണോ ഇങ്ങനത്തെ അച്ചാറിൻ്റെ പണിയും വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കടയിലേക്ക് സ്റ്റാഫ് ഉണ്ട്, പക്ഷേ ആൾ ലീവാണ്, കുറച്ച് നാളായിട്ട് ലീവാണ്. അതുകൊണ്ട് തന്നെ പാക്കിങ്ങും ഒക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയവുമില്ല. ഏകദേശം ടൈമും ഡേറ്റൊക്കെ ആവാറായല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കും. രാവിലെ ആകുമ്പോൾ ഇച്ചിരി തണിയും. ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും അത് പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് കടയിലോട്ട് പോയി കടയിലെ കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്യും. പിന്നെ ഇക്കാടെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തു വിട്ട് അത് സെയിൽ ചെയ്യിക്കും. ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ റൊട്ടീന്. പിന്നെ പ്രഗ്നൻ്റ് ആയ പിന്നെ ഡോക്ടർ 2-3 പ്രാവശ്യം കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള സാഹചര്യം എനിക്ക് ഒത്തു വന്നിട്ടില്ല. പകലൊന്നും എനിക്ക് ഇതുവരെ കിടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ആദ്യത്തെ കുഞ്ഞുവാവയാണ്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.